So we can see what parallelism is. Okay, so first of all I will give you some examples. അതൊന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് എന്താ പറയുക, അതിലെ മിസ്റ്റേക്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ദാറ്റ് ഈസ് ഇപ്പോൾ ഹിയർ ഇൻ ദിസ് ഫസ്റ്റ് ലൈൻ, ദാറ്റ് ഈസ് പാരലിസം എന്നുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ പറയും. അതിൻ്റെ മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ഒറ്റ സെൻറ്റൻസ് നമുക്കത് വായിച്ചു നോക്കാം. ഹീ ലൈക്സ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് ടു മോപ്പ് എന്നുള്ളത് നമ്മളങ്ങനെ പറയും. സംസാരിക്കുന്ന ഇതിൻ്റെ ഇടയിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വി ഹാവ് എ ടെൻഡൻസി ടു യൂസ് ദ സെൻറ്റൻസസ് ഇൻ ദിസ് ഫോർമാറ്റ്. ഹീ ലൈക്സ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് ടു മോപ്പ് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് തോന്നും, പക്ഷെ അത് നോർമലല്ല. എങ്ങനെയാണ്? ഹീ ലൈക്സ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് മോപ്പിംഗ്. അതല്ലെങ്കിൽ ഹീ ലൈക്സ് ടു കുക്ക്, ക്ലീൻ ആൻഡ് മോപ്പ്. ഈ രീതിയിലാണ് നമ്മൾ ഇത് അതല്ലെങ്കിൽ ഇത് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. മീൻസ് നമുക്കതിൽ ഈ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് കാണുമ്പോൾ വലിയ തെറ്റൊന്നും ഇല്ല തോന്നുന്നുണ്ടെങ്കിലും, പക്ഷേ ദർ ഈസ് എ മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പിന്നെ തിരിച്ചു വരാം. ദാറ്റ് ഈസ് എന്താണ്, വാട്ട് ഈസ് പാരലിസം? പാരലിസം മീൻസ് വെൻ റൈറ്റിംഗ് എ ലിസ്റ്റ് every item starts with the same type of verb or noun, adjective or adverb format. Possible mistakes, that is എങ്ങനെയാണ് ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് വി ഹാവ് ടു ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് വെർബ് ഓർ നൗൺ, അഡ്ജക്റ്റീവ് ഓർ അഡ്വേർബ് ഫോർമാറ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിൽ നമ്മുടെ സെൻറ്റൻസിൽ വരണം, പാറ്റേൺസ് വരണം. അപ്പോൾ അതിനാണ് നമ്മൾ പാരലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പം യൂഷ്വലി വി ഹാവ് പോസിബിൾ മിസ്റ്റേക്സ് എങ്ങനെയാണ് വരാറുള്ളതെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് മിക്സ് അപ്പ് വേർബ് ഫോംസ്. നമ്മൾ ചിലപ്പം എന്ത് ചെയ്യും, വേർബ് ഫോംസ് അങ്ങ് മിക്സപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ടു റൺ, ജമ്പിങ്, പ്ലേഡ്. ഓക്കെ, ഇപ്പം ഇത് ഒരൊറ്റ സെൻറ്റൻസിലാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മിക്സപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ മിക്സിങ് അപ്പ് വേർബ് ഫോംസ്, ടു റൺ, ജമ്പിങ്, പ്ലേഡ്, ദാറ്റ് ഈസ് മിക്സ്ഡ്. പിന്നെ അതുപോലെ തന്നെ മിക്സ്ഡ് അപ്പ് അഡ്ജക്റ്റീവ്സ് ഓർ അഡ്വേർബ് ഫോംസ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ യു ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് എക്സാമ്പിൾസ്. ഹീ ലൈക്സ് കുക്കിംഗ്, ക്ലീനിങ്, ടു മോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എല്ലാം കൂടി അങ്ങ് മിക്സാക്കി അല്ലേ, എല്ലാ എല്ലാ വേർബ്സും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എല്ലാത്തിനെയും കൂടി നമ്മൾ പിന്നെ അങ്ങ് മിക്സാക്കി, അഡ്ജക്റ്റീവ്സ്, അഡ്വേർബ്സ് എല്ലാം കൂടി മിക്സാക്കി ഒരുപോലെ. ഇവിടെ നമുക്കറിയാം ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണ്. ഹീ ലൈക്സ് കുക്കിംഗ്, ക്ലീനിങ്, മോപ്പിംഗ്. അതുപോലെ രാജു ലൈക്സ് പ്ലേയിങ് ക്രിക്കറ്റ് ആൻഡ് റണ്ണിങ്. രാജു ലൈക്സ് ക്രിക്കറ്റ് ആൻഡ് റണ്ണിങ് എന്നുള്ളത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, രണ്ട് നൗണുകളാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മൾ മിക്സാക്കി അതിൻ്റെ രീതിയിൽ തെറ്റിച്ച് വരുത്തി. അതായത് ഇവിടെ നമുക്ക് നൗണും നമ്മൾ വേർബും നമ്മൾ മിക്സാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെയാണ്. ഇവിടെ ഇൻഫിനിറ്റീവാണ്, ഇവിടെ ജെറൻസാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ അതിനെ മിക്സാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തെറ്റ് പറ്റാം. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതുപോലെ നമ്മൾ നൗൺസും അതുപോലെ വേർബ്സും തമ്മിൽ മിക്സാക്കും. നമുക്ക് കൺഫ്യൂഷനായിട്ട് നമ്മൾ മിക്സാക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ദെൻ ഹിയർ സമാന്ത ലൈക്സ് ടു റൺ, ജമ്പിങ് അറൗണ്ട് ഇൻ ദ ബാക്ക് യാർഡ്. ആക്ച്വലി അതെങ്ങനെയാണ് വേണ്ടത്? സമാന്ത ലൈക്സ് റണ്ണിങ്, ജമ്പിങ്, സെയിം ആയിട്ട് ING ഫോം, ദാറ്റ് ഈസ് ജെറൻഡ് ഫോമിലേക്ക് നമ്മളതിനെ കൊണ്ടുവന്നുകൊണ്ട് ആക്കാണ് വേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻഫിനിറ്റീവ്, പിന്നെ ഇവിടെ അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ്, ING ഫോമാണ് ചെയ്തിട്ടുള്ളത്. ദെൻ ഹെൻറി ലൈക്സ് എ ബോൾ ടു ജംപ് ആൻഡ് റണ്ണിങ് ഔട്ട്സൈഡ്. ദാറ്റ്സ് എ മിസ്റ്റേക്ക്. ഹെൻറി ലൈക്സ് ബോൾസ് ആൻഡ് ലൈക്സ്. കണ്ടോ, ഇവിടെ നമ്മൾ നൗൺ ആയിട്ടുള്ള ബോൾസിനെ ഇഷ്ടമാണ് എന്ന് കാണിക്കാൻ അതിനെ ലൈക്സ് ബോൾസ് എന്ന് പറഞ്ഞു. പിന്നെ ലൈക്സ് നമ്മൾ വീണ്ടും എടുത്ത് പറയണം. കാരണം എന്താണ്, ഇവിടെ നമുക്കുള്ളത് വേർബാണ് അല്ലേ. ആ വേർബ് ആവുന്ന സമയത്ത് നമ്മൾ വീണ്ടും അതിനെടുത്ത് പറഞ്ഞുകൊണ്ട് ING ഫോമിലേക്ക് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴാണ് കറക്റ്റ്. അതായത് ഫസ്റ്റ് സെൻറ്റൻസുകളെല്ലാം തെറ്റാണ് ഇവിടെ. ഹീ ലൈക്സ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് ടു മോപ്പ് എന്നുള്ളത് ഇറ്റ്സ് റോങ്. ആക്ച്വലി വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് ഹീ ലൈക്സ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് മോപ്പിംഗ്, അല്ലെങ്കിൽ ഹീ ലൈക്സ് ടു കുക്ക്, ക്ലീൻ ആൻഡ് മോപ്പ്. അതുപോലെ രാജു ലൈക്സ് ക്രിക്കറ്റ് ആൻഡ് റണ്ണിങ് എന്ന് പറയുമ്പം അതിൽ എന്താണ്, അത് തെറ്റാണ്. അങ്ങനെ പാടില്ല, അങ്ങനെ അത് മിസ്റ്റേക്കാണ്. പാരലിസം വരുന്ന സമയത്ത് അവിടെ എന്താണ്, ആ പാരലിസത്തെ നമ്മൾ തെറ്റായിട്ടാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. രാജു ലൈക്സ് പ്ലേയിങ് ക്രിക്കറ്റ് ആൻഡ് റണ്ണിങ്. രാജു ലൈക്സ് ടു പ്ലേ ക്രിക്കറ്റ് ആൻഡ് ടു റൺ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ദെൻ Samantha
ലൈക്സ് ടു റൺ ജമ്പിങ് അറൗണ്ട് ഇൻ ദ ബാക്ക് യാർഡ് ഈസ് റോങ്. അത് തെറ്റാണ്. കാരണം എന്താണ്? സമാന്ത ലൈക്സ് റണ്ണിങ് ആൻഡ് ജമ്പിങ് അറൗണ്ട് ഇൻ ദ ബാക്ക് യാർഡ്. അതാണ് അതിൻ്റെ കറക്റ്റ് ഫോം. കാരണം എന്നാലേ ഉള്ളൂ ഇതെല്ലാം പാരലായിട്ട് വരുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ അഡ്ജക്റ്റീവ്സും അഡ്വേർബ്സും അതുപോലെ വേർബ്സും എല്ലാം എങ്ങനെയാണ് അതിൻ്റെയൊക്കെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെ വരണം. ഇപ്പോൾ ഇൻഫിനിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റീവ് തന്നെ വരണം തൊട്ടടുത്തുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ അഡ്വേർബും അതുപോലെ നമുക്ക് നമ്മുടെ അഡ്ജക്റ്റീവ്സും അതുപോലെ നൗണും വേർബ്സും ഒക്കെ കൂടി മിക്സ് ആവാൻ പാടില്ല. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡെഫിനേഷൻ കൊടുത്തുകൊണ്ട് കാണണം. മീൻസ് ഹിയർ ഫോർ എക്സാമ്പിൾ ഹെൻറി ലൈക്സ് എ ബോൾ എന്ന് പറയുന്നതും ടു ജമ്പ് എന്ന് പറയുന്നതും ആൻഡ് റണ്ണിങ് ഔട്ട്സൈഡ് എന്ന് പറയുന്നതും ഒക്കെ നോക്കി നോക്കൂ. ഇവിടെ നമുക്കറിയാം ഹി ലൈക്സ് എ ബോൾ. ഓക്കെ, ഹി ലൈക്സ് ബോൾസ്. ഓക്കെ, ദെൻ എന്താണ് ആൻഡ് ലൈക്സ് ജമ്പിങ്. ലൈക്സ് വീണ്ടും എടുത്ത് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ഗ്രാൻഡ് പാ വാക്ക്ഡ് കെയർഫുള്ളി ഇൻ എ സ്ലോ വേ ആൻഡ് ഹാൾട്ടഡ് എ ലോട്ട്. ഇവിടെ നോക്കി നോക്കൂ, വാക്ക്ഡ് കെയർഫുള്ളി. ഓക്കെ, കെയർഫുള്ളി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇൻ എ സ്ലോ വേ. സ്ലോ വേ ആക്ച്വലി നമ്മളിവിടെ കെയർഫുള്ളി യൂസ് ചെയ്തത് കാരണം തന്നെ നമ്മൾ അഡ്ജക്റ്റീവ് അഡ്വേർബ് കെയർഫുള്ളി ആയത് കാരണം തന്നെ ഇവിടെയാണ് നമുക്ക് വേണ്ടത് സ്ലോലിയാണ് വേണ്ടത് അല്ലേ. അതുപോലെ ഹാൾട്ടഡ് എ ലോട്ട് എന്നുള്ളത് ഹാൾട്ടഡ് എന്ന് വരാൻ പാടില്ല, ഹാൾട്ടിങ്ലി എന്ന് വരണം. മീൻസ് ഇതിനെല്ലാം പാരലിസം സംഭവിക്കുന്നത് കാരണം എല്ലാ അഡ്വേർബ്സും ഒരേപോലെ വരണം. ദാറ്റ് ഈസ് ഗ്രാൻഡ് പാ വാക്ക്ഡ് കെയർഫുള്ളി, സ്ലോലി ആൻഡ് ഹാൾട്ടിങ്ലി എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പാറ്റേൺ. ഓക്കെ, ദാറ്റ് ഈസ് ആ ഒരു രീതിയിൽ മിസ്റ്റേക്സ് വരാറുണ്ട്. വൺ ഓഫ് ദ മിസ്റ്റേക്സ് whenever we try to correct it, the most important thing is to focus on to the points. That is like എന്താണ് ഇങ്ങനെ how to correct, എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ചേഞ്ചിങ് ഇൻ ടു ഇൻഫിനിറ്റീവ്സ്. എല്ലാ തന്നിട്ടുള്ള എല്ലാ ടേംസിനെയും അതിൽ വരുന്ന കോമൺ ആയിട്ട് നമുക്ക് വരുന്ന എല്ലാ ടേംസിനെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് ഇൻഫിനിറ്റീവ്സ് ആക്കാം, അല്ലെങ്കിൽ ജെറൻസ് ആക്കാം. ഓക്കെ, അപ്പം ഈ വേർബ്സിനെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ കറക്റ്റ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. ആൻഡ് ദെൻ വി ക്യാൻ റീഅറേഞ്ച് ദ വേർഡ്സ്. വി ക്യാൻ സീ ഇഫ് വി ക്യാൻ പുട്ട് ഇറ്റ് ബാക്ക് ഓർ ഫോർത്ത്. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അതുപോലെ യൂസിങ് എ സെമി കോളൻ ടു മേക്ക് 2 sentences കണക്റ്റഡ് ടുഗെദർ. നമുക്ക് സെമി കോളൻസ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ദെൻ പുട്ടിങ് എക്സ്ട്രാ ഇൻഫോർമേഷൻ ഇൻ പാരന്തസിസ്. മീൻസ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് എക്സാമ്പിൾസിന് നമുക്ക് നോക്കാം. ഓക്കെ, 1 by 1. ദെൻ ING verbs. ഓക്കെ, ഹിയർ ദ എക്സാമ്പിൾസ് ആർ ഗിവൺ. We went running, biking, swimming and fishing. That is the right way how we have to write this. Whenever we get a list of activities, അങ്ങനത്തെ രീതിയിൽ എഴുതേണ്ട സമയത്ത് നമ്മളെല്ലാം അതിനെ അങ്ങനെ ING ഫോമിലേക്ക് ജനറൽ ഫോമിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് adverbs, that is past tense ആകുമ്പോൾ we walked, jumped, skipped on the way. Then nouns, we drove to the lake, mountains, desert and beach all in one day. Then adjective ആകുമ്പോൾ she had purple, silver tipped, spiky hair. Okay, then adverbs ആകുമ്പോൾ lovingly, graciously and generously she helped us out. ദാറ്റ് മീൻസ് ദറ്റ് ആ പാറ്റേൺ നമ്മൾ കീപ്പ് ചെയ്യണം. നമുക്ക് ING വേർബ് ആണെങ്കിലും അതുപോലെ പാസ്റ്റ് ടെൻസിലുള്ള വേർബിൻ്റെ പാസ്റ്റ് ഫോമിലാണെന്നുണ്ടെങ്കിലും അതുപോലെ നൗൺസ് ആണെന്നുണ്ടെങ്കിലും അഡ്ജക്റ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും അഡ്വേർബ്സ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു സെൻറ്റൻസിലെ പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി. അതാണ് നമ്മൾ ഈ പാരലലിസത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. ദാറ്റ് ഈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദാറ്റ് ഈസ് ദീസ് ആർ ഓൾ റോങ് സെൻറ്റൻസസ്. ഓക്കെ, ഇവിടെ 6, 7, 8, 9, 10 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റോങ് ആയിട്ടുള്ളതാണ്. ദെൻ അതിൻ്റെ കറക്റ്റ് ഫോമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ഇംഗ്ലീഷ് ടീച്ചർ സ്പോക്ക് ഇൻ എ നേസൽ ടോൺ അൺപ്ലസൻ്റ്ലി ബട്ട് കൺവേയിങ് ദ ഇൻഫർമേഷൻ ക്ലിയർലി ആൻഡ് വാസ് ഫണ്ണി. ആ സെൻറ്റൻസ് നമ്മൾ വായിക്കുമ്പോൾ whenever we read it we won't find much confusions or anything. എന്തോ ഒരു തോന്നുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഹിയർ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ദാറ്റ് ഈസ് ദ ഇംഗ്ലീഷ് ടീച്ചർ സ്പോക്ക് ഇൻ എ നേസൽ ടോൺ അൺപ്ലസൻ്റ്ലി. ഓക്കെ, ബട്ട് കൺവേയിങ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും നല്ലത് എന്താണ്? നമുക്ക് വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക്. സി, അത് എന്താണ്? അത് ആ ടീച്ചറുടെ ആക്ടിവിറ്റിയെ കാണിക്കാൻ വേണ്ടി നമ്മൾ അഡ്വേർബായിട്ട് യൂസ് ചെയ്യുന്ന സംഭവത്തെ എങ്ങനെയാണ് നമ്മൾ ദ ഇംഗ്ലീഷ് ടീച്ചർ ഹാഡ് ആൻ അൺപ്ലസൻറ്റ് നേസൽ ടോൺ ബട്ട്
conveyed the information clearly and humorously. Okay, അപ്പോൾ the shift has helped us to define it correctly. Then the next one, the coach told his players that they should get plenty of water, to not eat sugary snacks, and being sure that they are getting plenty of sleep. The second one, that is the seventh one. ആയിട്ട് നിങ്ങൾ നോക്കി നോക്കൂ. ദാറ്റ് ഇസ് എങ്ങനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കി നോക്കൂ. The coach told his players, okay, എങ്ങനെയാണ് ദേ ഷുഡ് ഗെറ്റ് പ്ലെൻറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നതിന് അത് വീണ്ടും ഒരു എന്താണ് പറയുക, ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഇസ് ടു ഗെറ്റ് പ്ലെൻറ്റി ഓഫ് വാട്ടർ, നോട്ട് ടു ഈറ്റ് ഷുഗറി സ്നാക്സ്, ആൻഡ് ബി ഷുവർ ദേ ഗെറ്റ് പ്ലെൻറ്റി ഓഫ് സ്ലീപ്പ്. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടു യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ ബീയിങ് ING യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തെറ്റാണ്. നമ്മൾ ഒന്നിലേക്ക് തന്നെ സ്റ്റിക്ക് ചെയ്യണം. ദാറ്റ് ഈസ് എങ്ങനെയാണ്, ദാറ്റ് ഈസ് ടു ഗെറ്റ് പ്ലെൻറ്റി ഓഫ് വാട്ടർ, നോട്ട് ദാറ്റ് ഈസ് ഈറ്റ് ടു എന്നുള്ള അതിലാണ് വരുന്നത്, ഈറ്റ് ഷുഗറി സ്നാക്ക് ആൻഡ് ബി ഷുവർ ദേ ഗെറ്റ് പ്ലെൻറ്റി ഓഫ് സ്ലീപ്പ്. അപ്പം എല്ലാതും ഒരേ മോഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് കാരണം അതാണ് കറക്റ്റ് യൂസേജ്. ദെൻ okay, the next one, benefits of coaching include knowing each player, helping that player to improve, and to get to see that person succeed in life. നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു പ്രശ്നമൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് താനും. ഓക്കെ, അതെന്താണ്, ദാറ്റ് ഈസ് എങ്ങനെയാണ്, ബെനിഫിറ്റ്സ് ഓഫ് കോച്ചിങ് ഇൻക്ലൂഡ്, കുഴപ്പമില്ല, അതുവരെ കുഴപ്പമൊന്നുമില്ല. നോയിങ് ഈച്ച് പ്ലെയർ, ഓക്കെ. ദെൻ എങ്ങനെയാണ് ഇവിടെ ഇപ്പം നോയിങ് എന്ന് പറഞ്ഞു, ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞു, ഇവിടെ എത്തിയപ്പോഴേക്ക് കയ്യിൽ നിന്ന് പോയി അല്ലേ. ടു ഇംപ്രൂവ് എന്ന് വന്നു, ഹെൽപ്പിംഗ് ദാറ്റ് പ്ലെയർ ഇംപ്രൂവ്, ആൻഡ് സീയിങ് ദാറ്റ് പേഴ്സൺ സക്സീഡ് ഇൻ ലൈഫ്. ING ഫോം ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ING, നോയിങ്, ഹെൽപ്പിംഗ്, സീയിങ്. സോ വി ഹാവ് ടു bring it back to the same form. ഓക്കെ, ING ആണെങ്കിൽ ING ഫോമിലേക്ക് കൊണ്ടുവരിക. എല്ലാ ഫ്രേസസിനെയും എല്ലാ ക്ലോസിനെയും നമ്മൾ ആ ഒരു ലെവലിലേക്ക് വേർഡ്സിനെ കൊണ്ടുവന്ന് ഒരേപോലെ നമ്മൾ ആക്കി വെക്കുക. അതാണ് പാരലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോഴേ ഉള്ളൂ ആ സെൻറ്റൻസ് കറക്റ്റ് സ്ട്രക്ചറിലേക്ക് വന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദെൻ 9th one, at the party my sister helped us make the cake, gathering the kids for games, clean up and to drive some kids home. അപ്പം ഇവിടെ എത്തിയപ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി തുടങ്ങിയിട്ടുണ്ടാകും. ദാറ്റ് ഈസ് അതേപോലെ സിസ്റ്റർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് ഗ്യാദറിങ് ദ കിഡ്സ്, ഓക്കെ. ദെൻ എന്താണ്, ദാറ്റ് ഈസ് ക്ലീൻ അപ്പ് ആൻഡ് ടു ഡ്രൈവ് സം കിഡ്സ് ഹോം. ഇതിലെല്ലാം നോക്കിക്കോ, അവ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് വേർബ്സ് എല്ലാം പല ഫോമിലാണ് ഇരിക്കുന്നത്. ING, പ്രസൻറ്റ്, അതുപോലെ എന്താണ് നമ്മൾ എല്ലാം മാച്ച് ചെയ്യാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ശരിയാക്കുന്നത്? അറ്റ് ദ പാർട്ടി മൈ സിസ്റ്റർ ഹെൽപ്ഡ് അസ് മേക്ക് ദ കേക്ക്, ഓക്കെ, മേക്ക് ദ കേക്ക് കുഴപ്പമില്ല. ദെൻ ഗ്യാതറിങ് എന്ന് പോയിട്ട് എന്തായി, ബിക്കോസ് വി ഹാവ് ദ ഫസ്റ്റ് വൺ ദറ്റ് ഈസ് ഹെൽപ്ഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഗ്യാതേർഡ് ദ കിഡ്സ് ഫോർ ഗെയിംസ്, ക്ലീൻഡ് അപ്പ് ദ മെസ്, ആൻഡ് ഡ്രോവ്. ടു ഡ്രൈവ് എന്ന് പറയാൻ പറ്റില്ല, ഡ്രോവ്, കാരണം എന്താ ഇവിടെ എല്ലാം നമുക്ക് പാസ്റ്റ് ടെൻസ് ആണ് വന്നിട്ടുള്ളത് അല്ലേ, ED ഫോമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡ്രോവ് സം കിഡ്സ് ഹോം. ആ രീതിയിൽ നമ്മൾ സെൻറ്റൻസിനെ വീണ്ടും നോർമലായി അതിൻ്റെ സ്ട്രക്ചറിൽ ബേസിക് ആയിട്ടുള്ള ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, ദെൻ എക്സർസൈസസ് ദാറ്റ് ഐ എൻജോയ് ഡൂയിങ് ആർ മാരത്തൺ റണ്ണിങ്, ടു സ്വിം ലെങ്ത്സ് ഇൻ എ പൂൾ, റൈഡിങ് മൈ ബൈസൈക്കിൾ ഇൻ ദ പാർക്ക്, and to walk along the trails in a forest. See, നമ്മൾ normally whenever we use a language we may not find it as a mistake, but it's a mistake. കാരണം എന്താണ്, അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. ഒരു സെൻറ്റൻസിൽ നമ്മൾ എങ്ങനെയാണ് ഏതാണ് അതിൻ്റെ ടെൻസ് എന്നുണ്ടെങ്കിൽ അതിനോട് നമ്മൾ കീപ്പ് ചെയ്യണം, സ്ട്രക്ചർ അതിലേക്ക് കൊണ്ടുവരണം, അതിൻ്റെ ഒരു പാറ്റേൺ അതിലേക്ക് കൊണ്ടുവരണം, പാരലിസം കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ നമ്മൾ ഇവിടെ തന്നെ ആകെ മെസ്ഡപ്പായി. ദറ്റ് ഈസ് മാരത്തൺ റണ്ണിങ്, ദെൻ ടു സ്വിം ലെങ്ത്സ് ഇൻ എ പൂൾ, റൈഡിങ്, ഓക്കെ, ടു വാക്ക്, എല്ലാം കൂടി മെസ്ഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്കതിനെ കൊണ്ടുവരാൻ ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ്, എക്സർസൈസസ് ഐ എൻജോയ് ഡൂയിങ് ആർ റണ്ണിങ് മാരത്തൺസ്, ഫൈൻ, റണ്ണിങ്ങിലേക്ക് കൊണ്ടുവന്നു,
swimming lengths in a pool, riding my bicycle in the park, and walking along the trails in a forest. That is the way how we correct it. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെൻറ്റൻസുകൾ കാണുന്ന സമയത്ത് കറക്ഷൻ തരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എങ്ങനെ നമുക്ക് ഈ മിസ്റ്റേക്സിനെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് the way how we do is to stick on to the infinitive ആയിട്ടുള്ള to എന്നുള്ള to eat, to clean, to mess അങ്ങനത്തെ രീതിയിൽ നമ്മൾ അതിനാക്കുക. അതല്ലെങ്കിൽ ing ഫോമിലേക്ക് കൊണ്ടുവരിക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എടുത്ത് കൊടുന്ന് അതിനെ പുറത്തേക്ക് വെക്കുക. നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി എക്സാമ്പിൾസ് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ വിൽ സീ ദാറ്റ്. ഓക്കെ, വൺ ബൈ വൺ. ദെൻ there are few questions I have included. അപ്പോൾ അതിൽ നോക്കി നോക്കൂ. ദാറ്റ് ഈസ് I had a cold dish of rice and curry for lunch എന്നുള്ളതിൽ എന്താണ് മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ദാറ്റ് ഈസ് I had a cold dish of rice and curry for lunch എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് I had a dish of cold rice and curry for lunch എന്നല്ലേ വരേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് കറക്റ്റ് ചെയ്യണം. അത് ലാസ്റ്റ് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം കാണാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. I had a dish of cold rice and curry for lunch. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് തരും. എന്നിട്ട് നമ്മളതിനെ എന്താണ് ചിലപ്പോൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് തരാറുള്ളത്. മീൻസ് ഒരേ പാറ്റേണിൽ ഒരേ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് തരും. അപ്പോൾ ABCD എന്ന് തന്ന് നമ്മളതിൽ ഇങ്ങനെ മിസ്റ്റേക്ക് ഉള്ളത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ കറക്റ്റായതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് കാണാം. ഇനി വിൽ ഗോ ടു ദ നെക്സ്റ്റ് വൺ. ദാറ്റ് ഈസ് I hope you understand.